ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നാഷണൽ ലെവലിലുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആൽഫയുടെ യൂട്യൂബ് ചാനൽ ധാരാളം സബ്സ്ക്രൈബേഴ്സുണ്ട്. വിദ്യാർത്ഥികളും പേരൻസുമൊക്കെ ഓരോ ദിവസവും ധാരാളം സംശയങ്ങളാണ് അതിലൂടെ ഡൗട്ട്സുകൾ ഇടുന്നത്. ആ ഡൗട്ട്സുകൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആൻസറും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാറേ, ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കുമുള്ള എൻട്രൻസ് പരീക്ഷകളുണ്ടോ? ഇനി സയൻസുകാർ തന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അതോ +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്താണോ എൻട്രൻസ് വേണ്ടി ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നുണ്ടല്ലോ, പകരം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നതാണോ നല്ലത്? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പേരൻസിൽ നിന്ന് വരുന്നത് കൊണ്ട് അതിൽ തിരഞ്ഞെടുത്ത ചില ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, +2 ബോർഡ് എക്സാമിനേഷൻ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിന് 100% മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു മാർക്ക് കിട്ടുവാനായി നാം നന്നായിട്ട് പഠിക്കണം. ഈ 11th 12th ക്ലാസ്സിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. അത് CBSEയോ സ്റ്റേറ്റ് ബോർഡോ ISEയോ ഏതുമാവട്ടെ. ഈ വിദ്യാർത്ഥികളൊക്കെ ഈ സിലബസിൽ നിന്ന് തന്നെ എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ധാരാളം നാഷണൽ ലെവലുള്ള പരീക്ഷകളുണ്ട്. അതിലൊരു എക്സാമിനേഷനാണ് JEE എക്സാമിനേഷൻ. NTA നടത്തുന്ന എക്സാമിനേഷനാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി JEE എക്സാമിനേഷൻ. ആ JEE എക്സാം തന്നെ 2 എക്സാമുണ്ട്, JEE മെയിൻസും JEE അഡ്വാൻസും. ഇങ്ങനെ ഈ NTA നടത്തുന്ന മറ്റൊരു എക്സാമിനേഷനുണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്കും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷനാണ് NCHM എക്സാമിനേഷൻ. ഈ NCHM എക്സാമിനേഷൻ എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് +2വിന് ശേഷം ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ ഒരു വിദ്യാർത്ഥി എഴുതേണ്ട എൻട്രൻസ് പരീക്ഷകളിലൊന്നാണ് ഈ NCHM എക്സാമിനേഷൻ. നമ്മൾ ആദ്യം കണ്ട JEE മെയിൻസും JEE അഡ്വാൻസ് എക്സാമിനേഷൻ വഴിയൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രൊഫഷണൽ ക്യാമ്പസായ IITകളിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് ധാരാളം കോഴ്സുകളുണ്ട്. BTech കോഴ്സുകൾ പഠിക്കാം, BArch കോഴ്സുകൾ പഠിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും ഹ്യൂമാനിറ്റീസും സയൻസ് സ്ട്രീമുകളും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ക്യാമ്പസാണ് IITകൾ. ഈ IITകൾ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള ഏറ്റവും മികച്ച ക്യാമ്പസാണ് IIITs എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ കോട്ടയത്തുള്ള IIITs ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ ഏകദേശം 28ഓളം IIITs ഉണ്ട്. ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാൻ നമ്മൾ ഈ JEEയുടെ അഡ്മിഷൻ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടുന്ന JEE വഴി അഡ്മിഷൻ കിട്ടുന്ന മറ്റൊരു ക്യാമ്പസാണ് NITകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ. NITകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, അതുപോലെ ISROയുടെ ക്യാമ്പസാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള IISERൻ്റെ ക്യാമ്പസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ IISERൻ്റെ ക്യാമ്പസ്. ഈ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടാനും JEEയുടെ സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നാഷണൽ ലെവലിലുള്ള ധാരാളം ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, ഇനി ഇതിലൊന്നുമല്ല, ഇതിനോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 38ഓളം സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാനും ഈ JEEയുടെ സ്കോറാണ് വേണ്ടി വരുന്നത്. അപ്പോൾ JEE വഴി നമുക്ക് കണ്ടു ഇത്രയധികം ക്യാമ്പസുകളിലേക്ക്. അതുപോലെ NCHM എക്സാമിനേഷൻ വഴി ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് അഡ്മിഷൻ കിട്ടുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ വിളിച്ച മറ്റൊരു എക്സാമിനേഷനുണ്ട്, NIFT എക്സാമിനേഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമ്മൾ NIFT എക്സാമിനേഷനാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതും എക്സാമിനേഷൻ എഴുതേണ്ടത്. ഇനി ഇതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ 2025 ഡിസംബറിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ് NDA എക്സാമിനേഷൻ. UPSC നടത്തുന്ന എക്സാമിനേഷനാണ്. വർഷത്തിൽ 2 പ്രാവശ്യം, ഏപ്രിലും സെപ്റ്റംബറിലുമാണ് ഈ എക്സാം എഴുതേണ്ടി വരിക. ഈ എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആർമി, നേവി, എയർഫോഴ്സ് ഈ സെക്ടറിലേക്കൊക്കെ ബോയ്സിനും ഗേൾസിനും ഒക്കെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ഓഫീസർ ഡെസിഗ്നേഷൻ ലഭിക്കുന്ന ക്യാമ്പസുകളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. അതേപോലെ തന്നെ മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും നല്ലൊരു എക്സാമിനേഷനാണ് NEET എക്സാമിനേഷൻ. അതും NTA തന്നെയാണ് ഈ എക്സാമിനേഷൻ നടത്തുക. NEET എക്സാമിനേഷൻ വഴി നമുക്ക് MBBSും BDSും ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പൊല്യൂഷൻ ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്, ബയോടെക്നോളജി, ഇങ്ങനെ ധാരാളം മെഡിക്കൽ സെക്ടറിലെ അലൈഡ് കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ ലഭിക്കാൻ നമുക്ക് ഈ NEET എന്നൊരു എക്സാമിനേഷൻ മതി.
ഇതുപോലെ തന്നെ ഏറ്റവും നല്ല ജോലി സാധ്യതയുള്ള മെഡിക്കൽ സെക്ടറിലെ ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അത് ഇന്ത്യ മുഴുവനുള്ള ഏറ്റവും നല്ല ക്യാമ്പസുകളിൽ, എയിംസ് പോലുള്ള ക്യാമ്പസുകളിൽ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നല്ല നല്ല ക്യാമ്പസുകളിലേക്കൊക്കെ ഇന്ത്യ മുഴുവൻ അഡ്മിഷൻ കിട്ടാനായിട്ട് നീറ്റിൻ്റെ സ്കോറാണ് ഒരു പരിധിവരെ എല്ലാ BSc നഴ്സിംഗ് ക്യാമ്പസുകളിലേക്കും നഴ്സിംഗ് കോളേജുകളിലും അഡ്മിഷന് വേണ്ടി ക്രൈറ്റീരിയ ആയിട്ട് മാറുന്നത്. ഇതേപോലെ നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥി എഴുതേണ്ട എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ. കേരളത്തിൽ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റും റിസൾട്ടും ഉള്ള ക്യാമ്പസുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീം എക്സാമിനേഷൻ ഒരു വിദ്യാർത്ഥി എഴുതണം. അതുപോലെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, കുസാറ്റിൻ്റെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വിവിധ കോഴ്സുകൾ, അവിടെ BTech കോഴ്സുകളുണ്ട്, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്, സയൻസ് സ്ട്രീം കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലേക്കൊക്കെ ബാച്ചിലർ ഓഫ് സയൻസും MS കോഴ്സുകളും ഒക്കെ ഉള്ള ക്യാമ്പസാണ് കുസാറ്റിൻ്റെ ക്യാമ്പസ്. ഇവിടേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാനും നമ്മൾ എഴുതേണ്ട എക്സാമിനേഷനാണ് CAT, കുസാറ്റിൻ്റെ എക്സാമിനേഷൻ. ഇനി ഇതുപോലെ തന്നെ ഒരു മറൈൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് IMU CET എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ ഏവിയേഷൻ മേഖലയിലേക്ക് ഒരു പൈലറ്റ് ആകാൻ, ഇതേപോലുള്ള മേഖലയിലേക്കൊക്കെ പോകാൻ ഒരു വിദ്യാർത്ഥി എഴുതേണ്ട എക്സാമിനേഷനാണ് AMECT എക്സാമിനേഷൻ. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള നല്ല നല്ല ക്യാമ്പസുകളുണ്ട്, ധാരാളം പ്ലേസ്മെൻറ്റുകൾ കിട്ടുന്ന. അതിലൊരു ക്യാമ്പസാണ് VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് സെക്ടറിലെ ക്യാമ്പസുകൾ. അതുപോലെ തന്നെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ BITSൻ്റെ ക്യാമ്പസുകൾ. ഇങ്ങനെ ഒരു +2 കഴിയുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏത് സ്ട്രീം പഠിക്കുന്നവരാവട്ടെ, അവരെയൊക്കെ കാത്തിരിക്കുന്ന ധാരാളം മികച്ച ക്യാമ്പസുകളുണ്ട്. ഒരു മെഡിക്കൽ സെക്ടർ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം MBBSഉം BDSഉം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന മറ്റൊരു കോഴ്സാണ് അഗ്രികൾച്ചർ സെക്ടറിലെ വിവിധ കോഴ്സുകൾ. അതുപോലെ ഫിഷറി സയൻസിൻ്റെ വിവിധ സെക്ടറിലെ കോഴ്സുകൾ. ഇതിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഇന്ത്യ മുഴുവനുള്ള ICARൻ്റെ അണ്ടറിൽ വരുന്ന അഗ്രികൾച്ചർ സെക്ടറിലെയും ഇതേപോലുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ വിദ്യാർത്ഥികൾ എഴുതേണ്ട എക്സാമിനേഷനാണ് CUET എന്ന എക്സാമിനേഷൻ. ആ CUET എക്സാമിനേഷൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഇന്ത്യ മുഴുവനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി +2 കഴിഞ്ഞിട്ട് നമ്മളൊരു നോർമൽ ഡിഗ്രി, അക്കാഡമിക് ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പോലും +2വിൻ്റെ മാർക്കിനേക്കാട്ടിലുപരി നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ കേരളത്തിലെ തന്നെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതേപോലുള്ള നല്ല നല്ല ഒരു ഡിഗ്രി കോഴ്സുകൾ പഠിക്കേണ്ട ക്യാമ്പസുകളിലേക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന CUET എക്സാമിനേഷൻ ഒരു +2 പഠിക്കുന്ന സമയത്ത് എഴുതണം. ഇനി ഇതൊന്നുമല്ല, ഇതേപോലെ ധാരാളം എൻട്രൻസ് പരീക്ഷകളാണ് ഒരു വിദ്യാർത്ഥിയെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലുള്ള ധാരാളം പരീക്ഷകളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആൽഫ അക്കാഡമി നടത്തുന്ന, ഓരോ ജില്ലകളിൽ നടത്തുന്ന വിവിധ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ഒന്നുകിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ നിങ്ങൾക്ക് ഉള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് I want to attend the കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് നിങ്ങൾക്ക് നോട്ട് കൊടുക്കാം. നിങ്ങളത് ഇൻവൈറ്റ് ചെയ്യും. ആ ക്യാമ്പസ് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നത് ഒരിക്കലും ഒരു കുറച്ചിലല്ല. നമ്മൾ മനസ്സിലാക്കണം, വെറുതെ +2ന് 100% മാർക്കും സ്കോർ ചെയ്തിട്ട് വിദേശത്തേക്ക് പഠിക്കാനായി പോയി ലക്ഷങ്ങൾ ചിലവാക്കുന്നതല്ല ശരിയായ ഒരു പഠന രീതി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല നല്ല ക്യാമ്പസുകളിൽ, നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ, നല്ല പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ +2വിൻ്റെ മാർക്കിനേക്കാട്ടിലുപരി എൻട്രൻസിൻ്റെ സ്കോറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ഒരു കഴിവാണ് പ്ലാൻ ചെയ്യാനുള്ളൊരു കഴിവ്, മനുഷ്യനുള്ളൊരു കഴിവാണ്. വെറുതെ എല്ലാവരും പഠിക്കുന്നു അതുകൊണ്ട് ഞാനും പഠിക്കുന്നു, എല്ലാവരും സ്കൂളിൽ പോകുന്നു അതുകൊണ്ട് ഞാനും സ്കൂളിൽ പോകുന്നു എന്നുള്ളൊരു രീതി മാറ്റിയിട്ട് ഞാൻ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ഒരു ഡെസിഗ്നേഷൻ എന്തായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, അത് സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്ലാനിങ് അല്ല, അച്ചീവ് ചെയ്യേണ്ടതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം, അത് അച്ചീവ് ചെയ്യാനുള്ള പഠന രീതികളെക്കുറിച്ച് പ്ലാൻ ചെയ്യണം,
കൃത്യമായ സമയത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യണം, സിലബസിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ പോലും അതിൽ ഒരു എഫിഷ്യൻസിയോടുകൂടി, ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കാനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൽഫയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രയോജനപ്പെടുത്താം. അതിനോടൊപ്പം തന്നെ ആൽഫയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ആൽഫ നടത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ ആ പഠിക്കുന്ന സമയം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകാനും ഫസ്റ്റ് ചാൻസിൽ തന്നെ മികച്ച എൻട്രൻസ് പരീക്ഷകൾ, നാഷണൽ ലെവലിലുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകൾ എഴുതി നല്ല വിജയം നേടി ഫസ്റ്റ് ചാൻസിൽ തന്നെ മികച്ച പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടി, അല്ലെങ്കിൽ അക്കാഡമിക് ലെവലുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടി നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മൾ എന്താണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അത് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുമൊക്കെ നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കുക, അറിവുകളെ പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും അങ്ങനെ പഠന സമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നേറുന്നവരാണ് നാളത്തെ മികച്ച വിദ്യാർത്ഥികളും മികച്ച മഹാന്മാരായി മാറുന്നത്. അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമായി ആൽഫ അക്കാഡമി കൂടെയുണ്ട്. എന്ത് സംശയങ്ങൾക്കും വിളിക്കാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഈ ക്യാമ്പസുകൾ കൂടാതെ ഇതിനേക്കാൾ കൂടുതലുള്ള ക്യാമ്പസുകളെക്കുറിച്ചും പുതിയ വീഡിയോയുമായി നമുക്ക് ഈ ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. നന്നായി പഠിക്കുക, നല്ല ഫ്യൂച്ചറിന് വേണ്ടി ഇന്നത്തെ പരിശ്രമം മികച്ചതാക്കി മാറ്റുക. ഓൾ ദി ബെസ്റ്റ്.